മസാല ചായ കുടിക്കുക. മല്ലിയും ചായപ്പൊടിയും ഇഞ്ചി കറിവേപ്പില ഒക്കെ ചേർത്ത ഈ മസാല ചായ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഒരു ദിവസം ഒരു 2 കപ്പ് മസാല ചായ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട്, പ്രഷർ കുറയും, കൊളസ്ട്രോൾ കുറയും, നീർക്കെട്ട് കുറയും, പിന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയും, അല്ലെ അമിതവണ്ണം വയ്ക്കാതിരിക്കും. ഞാനിതിനകത്ത് ഒരു 2 കപ്പ് വെള്ളം, ഈ കപ്പിനാണ്, ഇതൊരു 250 മില്ലി കൊള്ളുന്ന കപ്പാണ്. ഈ കപ്പിന് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മസാല ചായക്ക് വേണ്ടത് കറുവയുടെ ഒരു ഇല ഇടുന്നുണ്ട്, പിന്നെ കറുവപ്പട്ട, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. കറുവപ്പട്ട യൂറിക് ആസിഡ് കൂടാതിരിക്കാനും പിന്നെ നീർക്കെട്ടിനും ഒക്കെ നല്ലതാണ്. അതുപോലെ ഇഞ്ചിയും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ്. ഞാൻ ഇഞ്ചിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, 2 കപ്പല്ലേ ഉള്ളൂ. നമുക്ക് ഞാൻ 2-3 ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുരു കളഞ്ഞെടുത്തു. 2 ഏലക്കയാണ്. 2 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു ഇട്ടു. 2 ഗ്രാമ്പു. ഇനി കുറച്ച് ഉലുവ, ഒരൽപ്പം ജീരകം, പിന്നെ ഒരു 2 കറിവേപ്പില, ഒരു 3 കുരുമുളക്. അതൊന്ന് ചതച്ചിടാം. ഒന്ന് ചതച്ചുകൊണ്ട് പച്ച കുരുമുളകാണ്, നമുക്കത് ഇവിടെ വെച്ച് തന്നെ അങ്ങ് ചതയ്ക്കാം. ഗ്രാമ്പൂവും ഏലക്കായും ഒക്കെ ചതച്ചിടുന്നതിൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഇനി മല്ലിയും ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ട്, അത് നമുക്ക് തിളയ്ക്കാറായി വരുമ്പോഴത്തേനും ഇടാം. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങി, നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ തേയിലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനുള്ളതും ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതൊക്കെയാണ്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മിച്ചം വന്നത് നമുക്ക് നാളെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഒരു 2 കപ്പ് മസാല ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിലെ ഒത്തിരി ദോഷങ്ങൾ മാറിക്കിട്ടും. പിന്നെ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം, കരിഞ്ജീരകം ചേർക്കാം. വയറിനൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ കരിഞ്ജീരകം വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. പിന്നെ കറിവേപ്പില ഇട്ടാലും വയറിൻ്റെ പ്രശ്നം പോകും. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ഇട്ടാൽ മതി. ഞാൻ കറിവേപ്പില ഇട്ട. തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് അതൊന്ന് മൂടി വയ്ക്കും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കത് തീ കുറച്ച് വയ്ക്കാം. തിളച്ച് മറിയുന്നുണ്ട്. ആ കറുവയുടെ ഇലയൊക്കെ ഒന്ന് കളർ മാറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എടുക്കാം. ഔഷധ ചായ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ കുടിക്കണം. ദാഹത്തിന് നമുക്ക് ചുമ്മാ തിളപ്പിച്ച് പച്ചക്കറികളും ഇതും ഈ ഒന്ന് തിളപ്പിച്ചെടുത്തതിൻ്റെ ബാക്കി വന്ന
സാധനങ്ങൾ. ഇത് നമുക്കിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ മസാല ചായ അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചു ഉണങ്ങി, ബാക്കിയെല്ലാം നമ്മൾ ഉണങ്ങിയതാണല്ലോ, അതെല്ലാം കൂടെ വറുത്ത് നമുക്ക് പൊടിച്ചിട്ട് മസാല ചായപ്പൊടിയായിട്ടും വയ്ക്കും. ഇതിനകത്തേക്ക് നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, ഏത് പച്ചക്കറിയുടെയാണോ ഇഷ്ടമെങ്കിൽ, ഇപ്പം ചിലർക്ക് കാരറ്റും മാത്രം ഇടാനായിരിക്കും ഇഷ്ടം. എന്താ ഇടാൻ ഇഷ്ടമെങ്കിൽ ചിലർക്ക് കാരറ്റ് ബീറ്റ്റൂട്ട് ഇടാൻ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർ അതും കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് പിന്നെ കോണിട്ട് മുഴുവനോടെയുള്ള കോണിട്ട് തിളപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ തിളച്ച സത്ത് മുഴുവനും പോയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചിട്ട് ദാഹശമനിയായിട്ടും കുടിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം, കുടിക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണം. വെയിറ്റ് പറയാനും നല്ലതാട്ടോ ഇത്.